ഒരു സാധാരണക്കാരന്റെ ചെറുത്തുനിൽപ്പിന്റെ കഥ. കുടുംബത്തിനായി ഏതറ്റം വരെയും പിടിച്ചു നിൽക്കുന്ന ഒരു കുടുംബസ്ഥന്റെ കഥ. ജിത്തു ജോസഫിന്റെ ദൃശ്യം മികച്ച എഴുത്തിന്റെയും പ്രകടനത്തിന്റെയും ട്വിസ്റ്റുകളുടെയും പിൻബലം കൊണ്ട് മാത്രം വിജയിച്ച ഒരു സിനിമയേ അല്ല. ഏതൊരു മലയാളിക്കും തങ്ങളിലേക്ക് ചേർത്ത് നിർത്തി വായിക്കാൻ കഴിയുന്ന, അവിടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നേരിന്റെ ദൃശ്യ ആവിഷ്കാരം കൂടിയാണ് ഈ സിനിമ. ആ നേരിനെ അവർ ചേർത്ത് നിർത്തിയപ്പോൾ അന്ന് മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കിയത് ഒരു ഇൻഡസ്ട്രി ഹിറ്റും ആദ്യ 50 കോടി സിനിമയും കൂടെ ആയിരുന്നു. എന്നാൽ ദൃശ്യം മാനിയ അവിടെ നിന്നും കൊണ്ടും അവസാനിച്ചിട്ടുമില്ല. തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാം കടന്ന് അങ്ങ് ചൈനയിൽ വരെ മലയാളത്തിന്റെ ദൃശ്യമെത്തി. ഒരു രണ്ടാം ഭാഗത്തിന്റെ സാധകർ ഒന്നും നൽകാതെ അന്ന് ആദ്യ ഭാഗം അവസാനിച്ചത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജോർജ് കുട്ടിയുടെയും കുടുംബവും രണ്ടാം തവണയും എത്തിയപ്പോൾ അവിടെയും ഭാഗ്യം അവർക്കൊപ്പം നിന്നു. ആമസോൺ പ്രൈമിലൂടെ ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാർ ദൃശ്യത്തെ അറിഞ്ഞു. ഒപ്പം മോഹൻലാലിനെയും മലയാള സിനിമയും. റെക്കോർഡ് തുകയ്ക്കായിരുന്നു അന്ന് ആമസോൺ പ്രൈം ദൃശ്യം സ്വന്തമാക്കിയത്. ഒരിക്കൽ ഷൂട്ടിനായി നോർത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ട് ദൃശ്യം സിനിമയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും ഒരു അന്യഭാഷ സിനിമാ വന്ന് സംസാരിച്ച കാര്യം നടൻ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അത്രത്തോളമായിരുന്നു ദൃശ്യത്തിൻ്റെ സ്വീകാര്യത. രണ്ടാം ഭാഗവും തമിഴും തെലുങ്കും ഹിന്ദിയും റീമേക്ക് ചെയ്യുകയും അവിടെയും വൻ വിജയം നേടുകയും ചെയ്തു. ഒപ്പം കൊറിയയിലേക്ക് റീമേക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സിനിമ എന്ന നേട്ടവും ദൃശ്യം സ്വന്തമാക്കി. ഇന്നിതാ സിനിമയുടെ മൂന്നാം ഭാഗം എത്താൻ ഒരുങ്ങുകയാണ്. പല അഭ്യൂഹങ്ങൾക്കും തിയറിക്കും വിരാമമിട്ട് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ തന്നെ മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നു. ഒരിക്കലും വരില്ലെന്ന് കരുതിയ രണ്ടാം ഭാഗം അവിടുന്ന് മൂന്നാം ഭാഗത്തേക്ക് എത്തി നിൽക്കുന്ന ദൃശ്യത്തിന് ഇപ്പോൾ വെള്ളിയോരെ മറ്റാരുമല്ല, ദൃശ്യത്തിന്റെ തന്നെ ഹിന്ദി പതിപ്പാണ്. നിമിഷികാന്ത് കാമത്ത് സംവിധാനം ചെയ്ത ആദ്യ ഭാഗത്തിൽ അജയ് ദേവഗനായിരുന്നു ജോർജ് കുട്ടിയായി എത്തിയത്. മലയാളത്തിന് ദൃശ്യം കോടികൾ വാരിയതുപോലെ ഹിന്ദിയിലും അജയ് ദേവഗന് വലിയ ആശ്വാസം നൽകി വിജയമായി ദൃശ്യം മാറി. തുടർന്ന് രണ്ടാം ഭാഗം എത്തിയപ്പോൾ തുടർപ്രാചാര്യങ്ങൾക്ക് ശേഷം അജയ് ദേവന്റെ കൈപിടിച്ചുയർത്തി ഈ റീമേക്ക്. മൂന്നാം ഭാഗത്തിന്റെ ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും മലയാളം ദൃശ്യവും ഹിന്ദി ദൃശ്യവും എത്തുക എന്ന സംശയം ഇരു ഭാഷകളുടെ ആരാധകർക്കുള്ളിൽ ഉണ്ടായിരുന്നു. രണ്ട് ഭാഷയിലെ ദൃശ്യം 3യും ഒരുമിച്ച് ഷൂട്ട് ആരംഭിച്ച് ഒരുമിച്ച് തിയേറ്ററിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാള പ്രേമികളെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് നേരത്തെ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴിതാ അജയ് ദേവ്ഗൺ നായകനാകുന്ന സിനിമയും ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക കത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നത്. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി പങ്കിട്ട ഔദ്യോഗിക കത്തിൽ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്യുന്ന അഭിഷേക് പഥക് മൂന്നാം ഭാഗത്തും തിരിച്ചെത്തും എന്നും വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ ദൃശ്യം നിർമ്മിക്കുന്ന ഡിജിറ്റൽ 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു നിർമ്മാണ കമ്പനി ഒപ്പുവെക്കുന്നതിനെക്കുറിച്ചും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ കത്ത് അജയ് ദേവന്റെ ആരാധകർ സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കുന്നുമുണ്ട്. ഹിന്ദി ദൃശ്യം 3 അടുത്ത വർഷം ഒക്ടോബർ 2-ന് തിയേറ്ററിലെത്താൻ ഒരുങ്ങുകയാണെന്ന് ചില ബോളിവുഡ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. അനൗൺസ്മെന്റിന് പിന്നാലെ മലയാളം ദൃശ്യം 3നെ പറ്റിയുള്ള അപ്ഡേറ്റുകളൊന്നും വരാത്തതും മലയാള ആരാധകരെ ആശങ്കയിലുമാഴ്ത്തിയിട്ടുണ്ട്. ഹിന്ദി പതിപ്പാണ് ആദ്യം എത്തുമെങ്കിൽ അത് മലയാളത്തിൽ ഇപ്പോൾ ലഭിക്കേണ്ട പാൻ ഇന്ത്യൻ സ്വീകാര്യതയ്ക്ക് വിലങ്ങുതടിയാകുമെന്നും പ്രേക്ഷകരുടെ ആശങ്കകൾ ഉയർത്തുന്നുമുണ്ട്. ഹിന്ദിയിലാണ് ആദ്യം ദൃശ്യമെത്തുമെങ്കിൽ ആദ്യ രണ്ട് ഭാഗത്തെ പോലെ മലയാളത്തിലെ റീമേക്ക് അല്ലാത്ത അതൊരു പുതിയ കഥയാകും സാധ്യതയെന്ന് ഏറെയാണ്. അങ്ങനെ വന്ന് അത് ജിത്തു ജോസഫ് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളുടെ അവരുടെ സ്വഭാവങ്ങളിൽ നിന്നേറെ വ്യത്യാസമുണ്ടാകുമെന്നും ദൃശ്യത്തിന്റെ സോൾ നഷ്ടപ്പെടുന്നുള്ള സാധ്യത ഏറെയെന്നും ആരാധകർ കമന്റും ചെയ്യുന്നുണ്ട്. മലയാളത്തിന് പുറമെ ആശീർവാദ് സിനിമാസ് ഹിന്ദി റീമേക്കിലും സഹകരിച്ചിരുന്നു. സിനിമയുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആശീർവാദ് സിനിമാസ്. ഹിന്ദിയിൽ മൂന്നാം ഭാഗം എത്തുമ്പോൾ ആശീർവാദ് സിനിമാസ് അവരുമായി സഹകരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മൂന്നാം ഭാഗത്തിന്റെ തിരക്കഥ ഹിന്ദിയിലെ അണിയറ പ്രവർത്തകർ നേരത്തെ കൈമാറിയതാണെന്നും ഇരു ഭാഷയിലെ ദൃശ്യം ഒരുമിച്ച് റിലീസ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും തിയറികളുമുണ്ട്. തുടരും ബോക്സ് ഓഫീസിലെത്തിയ മാജിക് നമ്മൾ കണ്ടതാണ്. മലയാളത്തിന്റെ മോഹൻലാൽ സാധാരണക്കാരന്റെ കുപ്പായം അണിഞ്ഞാൽ അദ്ദേഹത്തെ തടക്കാൻ പിന്നെ ആർക്കുമാകില്ലെന്ന് തുടരും ഒരു വട്ടം കൂടി നമ്മളെയെല്ലാം തെളിയിച്ചു തന്നു. ഇന്ന് ഇനി ഹിന്ദിയാണ് ആദ്യം ഇറങ്ങുന്നത് എന്ന് കരുതിയാലും അത് നമ്മുടെ സ്വന്തം ദൃശ്യത്തിനെയോ മോഹൻലാലിനെയോ തടുക്കാനാകില്ല. ഉറപ്പായും തുടരും പോലെ അല്ലെങ്കിൽ അതുക്കും മേലെ ബോക്സ് ഓഫീസിൽ പൊട്ടൻഷ്യൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക മാജിക് തന്നെയായിരിക്കും ദൃശ്യം 3. അതായിരിക്കും മോഹൻലാലിന്റെ ദൃശ്യം 3.